അപ്പോൾ ഈ യുദ്ധം സമാധാനപൂർണമായിട്ട് നിൽക്കും എന്നുള്ളത് ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ അത് അയഥാർത്ഥമാണെന്ന് ഞാൻ പറയും. കാരണം ഈ യുദ്ധം അമേരിക്കയുടെ മാത്രം യുദ്ധമല്ല, ഈ യുദ്ധം ഇസ്രായേലിന്റെ യുദ്ധമല്ല. ഈ യുദ്ധം മധ്യപൂർവേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ അവരുടെ ആധിപത്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധം. ഇതിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, ഈ ഇറാന്റെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം അല്ലെങ്കിൽ അതിൽ ഖനന മേഖല, അത് ഒരു ഒറ്റ സ്ട്രെച്ചായിട്ട് ഖത്തറും ഇറാന്റെയും ഒരുമിച്ച് കിടക്കുകയാണ്. അവിടെ ഖത്തറിന് ഖനനം നടത്താൻ പറ്റുന്നുണ്ട്, ഇറാന് ഖനനം നടത്താൻ പറ്റുന്നില്ല. ഈ പ്രകൃതിവാതകം എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചിൽ കിടക്കുമ്പോൾ ഒരു അറ്റത്ത് നിന്ന് ഖനനം നടത്തിയാൽ മൊത്തം പ്രകൃതിവാതകമായിരിക്കും ഒരുപോലെ തീരാൻ പോകും. അപ്പൊ ഇറാൻ ന്യായമായിട്ട് അവകാശപ്പെട്ട പ്രകൃതിവാതകവും ഖത്തർ പരോക്ഷമായിട്ട് ഖനനം ചെയ്തെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതൊക്കെ കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വലിയ താല്പര്യമുണ്ട് ഈ ഹോർമുസില് അവരുടെ നിയന്ത്രണം വേണമെന്ന്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇത് രണ്ടു രാജ്യങ്ങളുടെയും ധനസ്രോതസ്സുകളുടെ ലൈഫ് ലൈൻ്റെ പോരാട്ടമാണ്.